അമൂല്യമായ ഔഷധസസ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു, മുടി കൊഴിച്ചിൽ തടയുന്നു, താരനെ അകറ്റുന്നു. ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ. കോതമംഗലത്തെ സംഘർഷത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിലും കോടതിയിലും ഹാജരായി ജാമ്യമെടുത്തു. പോലീസ് വാഹനം തകർത്തുവെന്നാരോപിച്ച് മുഹമ്മദ് ഷിയാസ് ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിലാണ് ജാമ്യം നേടിയത്. കാഞ്ഞിരവേലിയിൽ വീട്ടമ്മയെ കാട്ടാന കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധിച്ച സംഭവത്തിലാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തത്. പോലീസ് വാഹനം തകർത്തതായി ആരോപിച്ച് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ ഒന്നാം പ്രതിയാക്കിയെടുത്ത കേസിൽ മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് അറസ്റ്റ് ചെയ്യരുതെന്ന് ഉത്തരവ് നേടിയിരുന്നു. ഈ കേസിലാണ് ഏപ്രിൽ 2-ന് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയും ജാമ്യവ്യവസ്ഥ പ്രകാരം ഒരാഴ്ചയ്ക്കകം അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഹൈക്കോടതി ഉത്തരവിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ഹാജരാകുന്ന സമയം അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അന്നേ ദിവസം ഹൈക്കോടതിയിൽ ഹാജരാക്കാനും കോടതിയിൽ ഹാജരാക്കുന്ന സമയം പ്രതിയെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നുമുള്ള നിർദ്ദേശമുള്ളതിനാൽ പ്രതിയെ ഹാജരാക്കിയ സമയം അഡ്വക്കേറ്റ് PSA കബീർ മുഖാന്തരം അപേക്ഷ നൽകി കോടതിയിൽ നിന്നും മുഹമ്മദ് ഷിയാസ് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. ഈ 363, 364, 365 ഒരു ക്രൈമിൽ ഷിയാസ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ അറസ്റ്റ് ചെയ്ത് പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്താണ് 366 ക്രൈം പോലീസ് എടുക്കുന്നത്. അത് ഈ വാഹനം ഓടിച്ചിരുന്ന നെടുങ്കപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. ആ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, കണ്ടാൽ അറിയാവുന്ന 3 പേരിൽ ഒരാള് വാഹനത്തിന്റെ താക്കോൽ മോഷ്ടിച്ചുകൊണ്ട് പോയി, ബാക്കി 2 പേര് വാഹനം അടിച്ചു പൊളിച്ചു. എന്നാൽ ക്ലിയർ ആയിട്ട് മൊഴി പറയുന്നുണ്ട് ആ സമയത്ത് ഷിയാസ് ആ കേസിൽ പ്രതിയല്ല. അതിനുശേഷം പിന്നീട് അത് ഷിയാസ് പ്രേരിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിലാക്കിയാണ് ഷിയാസിനെ കേസിൽ കുടുക്കിയത്. അത് ബെയിൽ ആപ്ലിക്കേഷൻ ഹൈക്കോടതിയിൽ വരുമ്പോഴും അതിന്റെ വാദം നടക്കുമ്പോഴും കോടതി തന്നെ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തു. പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് പോകും എന്നുള്ളത് അവിശ്വസനീയമാണ്. അതുകൊണ്ട് പോലീസിനെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടാകാനുള്ള രീതികളുണ്ട് എന്നുള്ളത് വാക്കാൽ കോടതി പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് യാതൊരു ഉപാധികളുമില്ലാതെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. പോലീസ് ഹാജരായ ആ സമയത്ത് തന്നെ കോടതിയിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയാൽ കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ റിലീസ് ചെയ്യണം എന്നുള്ള ഉത്തരവുണ്ടായിരുന്നു. അതെല്ലാം ഉച്ചയോടുകൂടി തന്നെ ഈ കോടതിയിൽ നിന്ന് കാര്യങ്ങൾ നടപ്പാക്കി. ജനകീയ സമരങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയാണ് പോലീസിന്റെ പ്രവർത്തനങ്ങളിലൂടെ കാണാൻ കഴിയുന്നതെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലിരിക്കെ ഞാൻ പോലീസിന്റെ വാഹനം തകർത്തു, ആ വാഹനം മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി എന്ന് പറഞ്ഞ് കള്ളക്കേസ് എടുക്കുകയും ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുകയും നമുക്ക് ചെയ്തിരിക്കുകയാണ്. അതിനപ്പുറത്ത് ഒരു കേസിൽ തന്നെ സമാനമായ കാര്യങ്ങൾ ഉൾപ്പെടുത്തി 4 കേസുകൾ എടുത്ത് 4 ജാമ്യമില്ലാത്ത ഒപ്പിട്ട കേസെടുത്ത പോലീസാണ് കോതമംഗലത്തെ പോലീസ്. പോലീസ് ഒരു വാശിയോടുകൂടി വൈരാഗ്യത്തോടു കൂടി സമരം ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലും ജയിലിലാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോലീസ് പെരുമാറിയതെന്ന്. പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട കോതമംഗലത്തെ മുനിസിപ്പൽ മജിസ്ട്രേറ്റും ആ കാര്യങ്ങളിൽ കൃത്യമായ അവബോധം അവർക്കുള്ളത് കൊണ്ട് തന്നെ അന്ന് തന്നെ നമുക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.